ഹായ് സുഹൃത്തുക്കളെ, ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ബാക്കി ഭാഗം, അതായത് നമ്മൾ കട്ട് ചെയ്യുന്നത് പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇതിൻ്റെ ഒന്നാം പാർട്ട് ഞാൻ കട്ട് ചെയ്തു. അത് നിങ്ങളെ കാണിച്ചു, കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് അത് ബാക്ക് വശം കട്ട് ചെയ്യുന്നതാണ് കാണിച്ചത്. ഇന്ന് അതിൻ്റെ ഫ്രണ്ട് വശം കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ബാക്കി വശം നമ്മൾ കട്ട് ചെയ്ത സമയത്ത് നമ്മളിങ്ങനെ തേരുവശം നമ്മുടെ ഭാഗത്തേക്കാണ് ഇട്ടത്, നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ് ഇട്ടത്. എന്നാൽ ഇത് ബാക്ക് ഓപ്പൺ ആയതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. അപ്പോൾ ഇനി നമ്മൾ ഫ്രണ്ടാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഈ ബാക്കിൽ നമ്മൾ പടി അടിച്ചു മറിക്കാനായിട്ടിട്ട ഈ തയ്യൽ തുമ്പ് നമ്മൾ ഈ ഫോൾഡ് ചെയ്ത ഈ തുണിയുടെ ഈ ഫോൾഡിന് വെളിയിലേക്ക് നമ്മൾ ഇറക്കി വെക്കണം. അപ്പോൾ 1/4 ഇഞ്ചോളം നമ്മൾ പടി അടിച്ചു മറിക്കാനുള്ള ആ 1/4 ഇഞ്ച് ഈ തുണിയുടെ ഈ ഫോൾഡിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറക്കി വെക്കണം. അതിന് ശേഷം വേണം നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ മറ്റ് കാര്യങ്ങൾ മാർക്ക് ചെയ്യാനായിട്ട്. ഇനി നമ്മളിത് മാർക്ക് ചെയ്യുന്നതിൻ്റെ ഷോൾഡർ ആദ്യം മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഷോൾഡറിൻ്റെ വീതി മാർക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ ആം ഹോളും കൂടെ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ കഴുത്തിൻ്റെ വീതിയും ഷോൾഡറിൻ്റെ വീതിയും ആം ഹോളും ചെസ്റ്റിൻ്റെ അളവും നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ ബാക്കി പീസ് നമ്മളെടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് നമ്മൾ ഇതെല്ലാം ഒന്ന് കറക്റ്റായിട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഉള്ള ഷോൾഡറിൻ്റെ വീതി. ഇത് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാനുള്ള ലൈൻ. ഇത് ആം ഹോള് മാർക്ക് ചെയ്യാനുള്ള ലൈൻ. ഇതാണ് ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യുന്ന ലൈൻ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആ ബാക്കി പീസ് വെച്ച് മാർക്ക് ചെയ്ത്. അതിനുശേഷം നമ്മൾ ബാക്കി പീസ് മാറ്റി. അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ കഴുത്തിറക്കമാണ്. ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ കഴുത്തിറക്കം എന്ന് പറയുന്നത് 5.5 ഇഞ്ചാണ്. അപ്പോൾ 5.5 ഇഞ്ച് തയ്യൽ തുമ്പ് കഴിച്ചിട്ട് നമ്മൾ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. അപ്പോൾ ആ 5.5 ഇഞ്ചിനെ 1/4 ഇഞ്ച് കുറച്ചിട്ട് 5.25 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ 5.25 ഇഞ്ചിൽ ഞാൻ കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തു. അതിൻ്റെ വീതി 2.5 ഇഞ്ചാണ്. കാരണം 5.5 ഇഞ്ച് വീതിയാണ് അതിൻ്റെ പകുതി, 2.25 ഇഞ്ച്. അപ്പോൾ ഇതല്ല കേട്ടോ, ഇത് ചെസ്റ്റ് അളവിൻ്റെ ലൈനാണ്. അപ്പോൾ ഇതല്ല ലൈൻ, ഈ താഴത്തെയാണ് ലൈൻ. അപ്പോൾ ഇത് ചെസ്റ്റ് അളവിൻ്റെ ലൈനാണ്. അപ്പോൾ ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ചെസ്റ്റ് അളവാണ്. ഇതിൻ്റെ ചെസ്റ്റ് അളവെന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ബ്ലൗസിന് കൊടുക്കുന്ന പോലെയല്ല നമ്മൾ ലൂസ് കൊടുക്കുന്നത്. ഇത് പ്രിൻസസ് കട്ടാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിന് മാർക്ക് ചെയ്യുമ്പോൾ വ്യത്യാസമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിൽ നമ്മൾ മാർക്ക് ചെയ്തപ്പോൾ ചെസ്റ്റ് അളവിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നോർമൽ ബ്ലൗസിന് 1/2 ഇഞ്ച് ലൂസ് ചേർത്ത് നമ്മൾ ബാക്കിൽ മാർക്ക് ചെയ്തു. ഫ്രണ്ട് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാനുള്ളത് കൊണ്ട് നമുക്ക് ഇതിന് ലൂസ് മാർക്ക് ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ചെസ്റ്റ് അളവ് എത്രയാണോ അതിൻ്റെ 4/1 ഇതിൻ്റെ ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് 34ആണ്. 34ൻ്റെ 4/1 എന്ന് പറയുന്നത് 8.5ആണ്. അതിനോട് നമ്മൾ 2 ഇഞ്ച് ലൂസ് ചേർക്കണം. അപ്പോൾ 8.5 2 10.5. അപ്പോൾ 10.5 ഇഞ്ചാണ് ഇതിൻ്റെ ലൂസ് ചെസ്റ്റ് അളവ്. അതിനുശേഷം നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. ബാക്കിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തത് കൊണ്ട് ഇവിടെയും നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. ഞാനിതൊന്നുകൂടി പറയാം. നമ്മൾക്കിവിടെ കട്ടിങ് വരുന്നത് കൊണ്ട് കട്ടിങ്ങിൻ്റെ 2 സൈഡിലും നമുക്ക് 1/4 ഇഞ്ച് പോയിൻറ്റും വീതം തയ്യൽ തുമ്പ് പോകും. അപ്പോൾ അങ്ങനെ അവിടെ ചുരുക്കം വരുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുമ്പോൾ ചെസ്റ്റ് അളവിൻ്റെ 4/1 2 ഇഞ്ച് ലൂസ് കൂട്ടണം. ഇത് ലൈനിങ് അല്ലാത്ത ബ്ലൗസാണ്, നോർമൽ ബ്ലൗസാണ്. നോർമൽ ബ്ലൗസ് ആയതുകൊണ്ട് ചെസ്റ്റ് അളവിൻ്റെ 4/1 2 ഇഞ്ച് ലൂസ് കൂട്ടണം.
ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ ഇതിൽ നിന്ന് 1/4 ഇഞ്ച് കൂടി വ്യത്യാസപ്പെടുത്തിയാൽ മതി. അതായത് ലൈനിങ്ങിൻ്റെ കട്ടി കൂടി നമ്മൾ കണക്ക് കൂട്ടിക്കൊണ്ട് 1/4 ഇഞ്ച് വ്യത്യാസപ്പെടുത്തിയാൽ മതി. അതായത് 2.25 ഇഞ്ച്. അപ്പോൾ ഇത് ലൈനിങ് ബ്ലൗസ് അല്ലാത്തതുകൊണ്ട്, നോർമൽ ബ്ലൗസ് ആയതുകൊണ്ട് ചെസ്റ്റ് അളവിൻ്റെ 4/1 2 ഇഞ്ച് കൂട്ടി നമ്മളിവിടെ മാർക്ക് ചെയ്തു. 1 ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ബ്രസ്റ്റ് പോയിൻ്റാണ്. ബ്രസ്റ്റ് പോയിൻ്റ് ഷോൾഡറിൽ നിന്ന് ഉള്ള ബ്രസ്റ്റ് പോയിൻ്റാണ്. ഷോൾഡറിൽ നിന്ന് ബ്രസ്റ്റ് പോയിൻ്റ് താഴേക്കുള്ള ആ ഇറക്കം, അതാണ് നമ്മൾ ഇനി മാർക്ക് ചെയ്യുന്നത്. അത് മാർക്ക് ചെയ്യാനായിട്ട് ബ്രസ്റ്റ് പോയിൻ്റ് നമ്മൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, അത് 9.5 ഇഞ്ചാണ്. അപ്പോൾ 9.5 ഇഞ്ച് ബ്രസ്റ്റ് പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്യണം. 9.5 ഇഞ്ച് ബ്രസ്റ്റ് പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തു. ആ ലൈൻ നമ്മളൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുകയാണ്. 9.5 ഇഞ്ചാണ് ഇതിൻ്റെ ബ്രസ്റ്റ് പോയിൻ്റ്. അപ്പോൾ ആ ലൈൻ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇവിടെ നമ്മളിനി ബ്രസ്റ്റ് മാർക്ക് ചെയ്യുകയാണ്. ഇവിടെ ബ്രസ്റ്റ് അളവ് എങ്ങനെയാണ് മാർക്കണമെന്ന് വെച്ചാൽ, ബ്രസ്റ്റിൻ്റെ 4/1 നോർമൽ ബ്ലൗസ് ആയതുകൊണ്ട് നമ്മൾ 1.25 ഇഞ്ച് ലൂസ് കൂട്ടുന്നു. ബ്രസ്റ്റ് അളവിൻ്റെ 4/1 1.25 ഇഞ്ച്. മുകളിൽ നമ്മൾ ചെസ്റ്റ് അളവിൻ്റെ 4/1 2 ഇഞ്ച് ലൂസ് കൂട്ടി. ബ്രസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ ബ്രസ്റ്റിൻ്റെ 4/1 1.25 ഇഞ്ച് ലൂസ് കൂട്ടണം. അപ്പോൾ ഇവിടെ ബ്രസ്റ്റ് അളവ് എന്ന് പറയുന്നത് 8.35 അതിൻ്റെ 4 പറയുന്നത് 8.25. 8.25 നമ്മൾ 1.25 ഇഞ്ച് കൂട്ടുമ്പോൾ 10 ഇഞ്ച്. ഇപ്പോൾ 10 ഇഞ്ചാണ് ഇതിൻ്റെ ബ്രസ്റ്റ് അളവ്. അതിനോട് നമ്മൾ 1 ഇഞ്ച് ലൂസ് കൂട്ടി, 1 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടു. അതിനുശേഷം നമ്മളത് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കുക. 1 ഇഞ്ച് തയ്യൽത്തുമ്പ്. ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് ടക്കിൻ്റെ ഇറക്കമാണ്. അപ്പോൾ ടക്ക് പോയിൻ്റാണ് 9.5 ഇഞ്ച്. ഇനി നമുക്ക് ടക്ക് പോയിൻ്റാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ടക്കിൻ്റെ ഇറക്കം നമ്മൾ എങ്ങനെയാണ്, ഒന്നുമില്ലെങ്കിൽ നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോൾ നമുക്ക് ടക്കിൻ്റെ ഇറക്കം വേണമെങ്കിൽ പെണ്ണുങ്ങൾക്കിടെ അളവെടുക്കുവാണെങ്കിൽ ബോഡിയിൽ നിന്ന് തന്നെ എടുക്കാം. അതല്ല എങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡെന്ന് പറയുന്നത്, ഈ ടക്ക് പോയിൻ്റ് എത്രയാണോ ആ ടക്ക് പോയിൻറ്റിൻ്റെ 1/3 നമ്മൾ മാർക്ക് ചെയ്യുന്ന തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് കേട്ടോ. ടക്ക് പോയിൻറ്റിൻ്റെ 1/3, അതായത് ടക്ക് പോയിൻ്റ് എത്രയാണ് 9.5 ഇഞ്ച്. അതിൻ്റെ 1/3 എന്ന് പറയുന്നത് 3.25 ഇഞ്ച്. അപ്പോൾ 3.25 ഇഞ്ച് തയ്യൽ തുമ്പ് ഉൾപ്പെടെ നമുക്ക് 3.25 ഇഞ്ച് ഇറക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാനിത് 4 ഇഞ്ച് കുറച്ച് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ 3 ഇഞ്ച് ടക്ക് നമ്മൾ അടിച്ചു വരുമ്പോൾ അതിന് ചെരുവുണ്ടല്ലോ, ടക്കിനിങ്ങനെ ചെരുവുണ്ട്. അപ്പോൾ നമുക്ക് 3.25 ഇഞ്ച് 4 ഇഞ്ച് തയ്യൽ തുമ്പ് കിട്ടും. അപ്പോൾ അടിച്ചു വരുമ്പോൾ നമുക്ക് 3 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ 3 ഇഞ്ച് ടക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തു. അപ്പോൾ ടക്കിൻ്റെ ഇറക്കം 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ടക്കിൻ്റെ ഇറക്കം എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ടക്ക് പോയിൻറ്റിൻ്റെ ഇറക്കം എത്രയാണോ അതിൻ്റെ 1/3 ടക്കിൻ്റെ ഇറക്കം. ഇനി നമ്മൾ മാർക്ക് ചെയ്യാനുള്ളത് ഈ ടക്ക് പോയിൻറ്റും തമ്മിലുള്ള 2 ബെസ്റ്റ് തമ്മിലുള്ള ആ പോയിൻ്റ് അതെത്രയാണെന്നാണ് അത് അളവ് നമുക്ക് എടുത്തിട്ടില്ലാത്തത് കൊണ്ട് നമുക്കൊരു ഏകദേശം അളവേ വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് 35 ഇഞ്ച് ആണ് ഇതിൻ്റെ ബെസ്റ്റ് വണ്ണം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 3.25 ഇഞ്ച് നമ്മളിതിൻ്റെ ടക്ക് പോയിൻ്റ് ഒരു പോയിൻറ്റിൽ നിന്ന് മറ്റൊരു പോയിൻറ്റിലേക്കുള്ള അകലം നമുക്കൊരു 3.25 ഇഞ്ച് കൊടുക്കാം. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ കട്ട് ചെയ്യാനുള്ളത് കൊണ്ട് നമുക്ക് 4 ഇഞ്ചും തയ്യൽ തുമ്പ് വേണം, 4 ഇഞ്ച് പോയിൻറ്റും തയ്യൽ തുമ്പ് വേണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 4 പോയിൻറ്റും കൊടുക്കാം, അതിന് 4 കൊടുക്കാൻ നമുക്ക്. അപ്പോൾ അങ്ങനെ 4. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ മുറിഞ്ഞു പോകാനുള്ള അവിടെ നമ്മൾ തയ്യൽ തുമ്പ് ഉള്ളത് കൊണ്ട് നമുക്കവിടെ 4 ഇഞ്ച് തയ്യൽ തുമ്പ് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ 4 ഇഞ്ച് കൊടുത്തു.
അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ടക്കിൻ്റെ വീതിയാണ്. ടക്കിന് എത്ര ഇഞ്ച് വീതി വേണം എന്നുള്ളതാണ്. ഈ ടക്കിൻ്റെ വീതി കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്, ഞാൻ പറയാം, നമ്മൾ ആദ്യം ബാക്ക് കട്ട് ചെയ്തിരുന്നു. വേസ്റ്റിൻ്റെ 4 നമ്മളിവിടെ മാർക്ക് ചെയ്തു 7 ഇഞ്ച്. അപ്പോൾ ആ അളവ് തന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്യണം. അപ്പോൾ എത്രയാണ്? വേസ്റ്റിൻ്റെ 4 എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ 7 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. 7 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മാർക്കിൽ നിന്ന് ഈ ലൈനിലേക്ക് എത്ര അകലമുണ്ടെന്ന് നമ്മൾ നോക്കണം. അതായത് ഇതിപ്പോൾ 2.25 ഇഞ്ച് അകലമുണ്ട്. അപ്പോൾ ഇവിടെ വേസ്റ്റിൻ്റെ അളവ് കഴിച്ചിട്ട് ബാലൻസ് ഈ ലൈനിലേക്ക്, അതായത് ചെസ്റ്റും ബെസ്റ്റും മാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ വരച്ച ആ ലൈനിലേക്ക് ഈ വേസ്റ്റ് അളവ് കഴിച്ചിട്ട് എത്ര അകലമുണ്ടെന്ന് നോക്കണം. അത്രയും അകലം നമ്മുടെ ടക്കിനുണ്ടായിരിക്കണം. അതായത് ഇതിപ്പോൾ 2.25 ഇഞ്ചാണ് ഈ ടക്ക്. അപ്പോൾ നമ്മളിവിടെ ടക്കിൻ്റെ കനം പറയുന്നത് 2.25 ഇഞ്ചാണ്. അപ്പോൾ 2.25 ഇഞ്ചിന് അതിൽ നിന്ന് നമ്മൾ 3/4 ഇഞ്ച് കുറയ്ക്കണം. എന്തിനാണ് 3/4 ഇഞ്ച് കുറയ്ക്കണമെന്ന് വെച്ചാൽ 2 സൈഡിലേക്ക് നമുക്ക് 4 ഇഞ്ചും പോയിൻറ്റും തയ്യൽ തുമ്പ് പോകും. അപ്പോൾ അതുകൊണ്ട് 2.25 നിന്ന് 3/4 കുറച്ച് 2 ഇഞ്ച്. ആ 2 ഇഞ്ചിനെ നമ്മൾ ഓരോ ഇഞ്ച് വീതം 2 സൈഡിലേക്കായിട്ട് മാർക്ക് ചെയ്യണം. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ തയ്യൽ തുമ്പ് 4 ഇഞ്ചും പോയിൻറ്റും വീതം പോകാനുള്ളത് കൊണ്ട് നമ്മൾ ടക്കിൻ്റെ വീതിയിൽ നിന്ന് 3/4 ഇഞ്ച് കുറച്ചു. ആ 3/4 ഇഞ്ച് കുറച്ചിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്തു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെ 4 ഇഞ്ചും പോയിൻറ്റും ഇവിടെയും 4 ഇഞ്ചും പോയിൻറ്റും തയ്യൽ തുമ്പ് പോകും. അപ്പോൾ കൃത്യമായിട്ടും 2.25 ഇഞ്ച് കിട്ടും. അതാണ് അവിടെ ടക്ക് മാർക്ക് ചെയ്യുന്ന രീതി. ഇനി നമുക്ക് ഈ പ്രിൻസസ് കട്ടിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യണമല്ലോ. അത് നമ്മൾ കട്ട് ചെയ്യുന്നത് നമ്മൾ സാധാരണ ബ്ലൗസിനെ പോലെ ഈ കോർണറിലല്ല കട്ട് ചെയ്യുന്നത്. ഇത് കട്ട് ചെയ്യുന്നത് കുറച്ച് മുകളിൽ കയറ്റിയാണ്. അതിൻ്റെ കണക്കെന്ന് പറയുന്നത് ടക്കിൻ്റെ പകുതി, അതായത് ഇപ്പോൾ നമ്മൾ 3 ഇഞ്ചാണ് എടുത്തത്. ആ ടക്കിൻ്റെ ഇറക്കത്തിൻ്റെ പകുതി നമ്മളിവിടെ മുകളിൽ കയറ്റി മാർക്ക് ചെയ്യണം. അതായത് 1.5 ഇഞ്ച്. ഈ ടക്കിൻ്റെ ഇറക്കത്തിൻ്റെ പകുതി അത് നമ്മളിവിടെ മുകളിൽ മാർക്ക് ചെയ്യണം. എന്നിട്ട് അത് നമ്മളിങ്ങനെ ഒന്ന് സ്ട്രൈറ്റായിട്ട് വരയ്ക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ മുൻകൈക്ക് നമ്മൾ കൈക്കുഴി നമ്മൾ അല്പം കുഴിച്ചു വെട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ ലൈനിൽ നിന്ന് 1/2 ഇഞ്ചും കൂടി മാറ്റി വരച്ചതിന് ശേഷം നമ്മളതിൻ്റെ ഷോൾഡറിൻ്റെ പോയിൻറ്റിൽ നിന്ന് നമ്മളിങ്ങനെ ഷേപ്പായിട്ട് വരയ്ക്കും. കണ്ടോ? അപ്പോൾ ഈ ഷോൾഡറിൻ്റെ പോയിൻറ്റിൽ നിന്ന് ഈ മുമ്പിലത്തെ കൈക്കുഴി ഇങ്ങനെ കുഴിച്ചു വെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മുകളിലത്തെ ഈ പോയിൻറ്റിൽ നിന്ന് ഈ താഴത്തെ ഈ ചെസ്റ്റിൻ്റെ ലൈനിൽ നമ്മൾ 1/2 ഇഞ്ച് മാറ്റി ഇങ്ങനെ വരയ്ക്കും. അങ്ങനെ മാറ്റി വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ പോയിൻറ്റിൽ നിന്ന് ഈ പോയിൻറ്റിലേക്ക് നമ്മൾ വരയ്ക്കും. എന്നിട്ട് നമ്മൾ ഇന്നിവിടെ കട്ട് ചെയ്യാനുള്ളത് നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നറിയോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 4 ഇഞ്ച് തയ്യൽ തുമ്പുണ്ട്. ഇവിടെ 4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ പോയിൻ്റ് ഉണ്ടോ, ഈ പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഈ പോയിൻറ്റിലേക്ക് വരയ്ക്കണം. ആ പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഈ പോയിൻറ്റിലേക്ക് വരയ്ക്കണം. കേട്ടോ? അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പോയിൻ്റ് ഉണ്ടല്ലോ, ഈ പോയിൻറ്റിൽ നിന്ന് നമ്മൾ 3/4 ഇഞ്ച് മാറ്റി വരയ്ക്കണം. ഈ 3/4 ഇഞ്ച് എന്തിനാണ് മാറ്റുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ കട്ട് ചെയ്യാനുള്ള, അപ്പോൾ കട്ട് ചെയ്യാനുള്ള ആ ഭാഗം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, നമ്മൾ സാധാരണ നോർമൽ ബ്ലൗസ് അടിക്കുവാണെങ്കിൽ നമുക്ക് 4 ഇഞ്ച് പോയിൻ്റ് ടക്ക് പിടിക്കുമ്പോൾ 3/4 ഇഞ്ച് ടക്ക് വരും ഇവിടെ.
ആ ഷേപ്പ് നമുക്കിവിടെ കിട്ടേണ്ടതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 3/4 ഇഞ്ച് മാറ്റി വരയ്ക്കുന്നത്. അത് മനസ്സിലായി ഞാൻ വിചാരിക്കണം. അപ്പോൾ ആ 3/4 ഇഞ്ച് മാറ്റി വരച്ചെടുത്തേക്ക് ഞാൻ ഈ ലൈൻ ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് വരയ്ക്കുകയാണ്. ഉണ്ടോ? ഇവിടെ നിന്ന് നമ്മൾ 3/4 ഇഞ്ചും കൂടി മാറ്റി വരച്ചു. ആ 3/4 ഇഞ്ച് മാറ്റി വരച്ച ആ ലൈനിലേക്ക്, ആ പോയിന്റിലേക്ക് ഞാൻ ആ ലൈൻ സ്ട്രെയിറ്റായിട്ട് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ, ഈ പോയിന്റിൽ നിന്ന് ആം ഹോൾ കർവ് വെച്ച് നമ്മൾ ഷേപ്പ് കൊടുക്കുകയാണ്. അതിന് നമുക്ക് കറക്റ്റ് ഷേപ്പ് വേണം. ഇപ്പോൾ ആ പോയിന്റിൽ നിന്ന് നമ്മളിങ്ങനെ ആം ഹോൾ കർവ് വെച്ച് നമ്മളിങ്ങനെ ഷേപ്പ് കൊടുക്കുകയാണ്. അതെന്ന് വെച്ചാൽ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിന് ഷേപ്പ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ആം ഹോള് ഇത്രയും വരെ ഉള്ളൂ. അതിനുശേഷം ആം ഹോൾ വരുന്നത് ഈ ലൈനിലാണ്. അപ്പോൾ അതിന് നമ്മൾ എവിടെയാണ് ഷേപ്പ് കൊടുക്കണമെന്നറിയോ, നമ്മളിവിടെയാണ് ഷേപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ആം ഹോള് ഇവിടം വരെ വരും. ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് പിന്നെ ഇവിടെ നിന്നാണ് കട്ട് ചെയ്യണത്. അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആം ഹോള് ഇത്രയും ഇങ്ങനെ അകന്ന് കിടക്കണോണ്ട് നമുക്ക് തോന്നും ഇത് ചിലപ്പോൾ കൂടുതലാണെന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെയല്ല. നമുക്കിനി ബാക്കിലെ ആം ഹോളും ഫ്രണ്ടിലെ ആം ഹോളും കൂടി നമുക്കൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കൈവണ്ണം, ആം ഹോളിൻ്റെ വണ്ണം നമുക്ക് അറിയത്തില്ല. ബാക്ക് അളന്ന് നോക്കിയിട്ട് അത്രയും മാത്രമേ നമുക്ക് ഫ്രണ്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് അളന്ന് നോക്കാം. ബാക്കി അളന്ന് നോക്കുമ്പോൾ നമുക്ക് 15 ഇഞ്ച് 7.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ 7.5 ഇഞ്ച് ബാക്കിലെ ആം ഹോളുണ്ട്. അപ്പോൾ ഫ്രണ്ടിലെ ആം ഹോളും അപ്പോൾ ബാക്കിലെ 7.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇരട്ടി 15 ഇഞ്ചാണ് ഇതിൻ്റെ ആം ഹോളിൻ്റെ ചുറ്റളവ് എന്ന് നമുക്ക് വേണമെങ്കിൽ കണക്ക് കൂട്ടാം. കാരണം വെച്ചാൽ നമ്മൾ ശരീരത്തിൽ നിന്ന് അളവെടുത്തിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ ചെസ്റ്റ് അളവ് കണക്ക് കൂട്ടിക്കൊണ്ടാണ് ആം ഹോൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ആ ബാക്ക് ആം ഹോളിൻ്റെ അളവ് നമ്മൾ കണക്ക് കൂട്ടിക്കൊണ്ടാണ് ഫ്രണ്ടിലെ ആം ഹോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിലെ ആം ഹോൾ എന്ന് പറയുന്നത് 7.5 ഇഞ്ചാണ്. അപ്പോൾ 7 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി 15 ഇഞ്ച്. അപ്പോൾ ആ 15 ഇഞ്ചിൻ്റെ പകുതി 7.5 ഇഞ്ച്. ആ 7.5 ഇഞ്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് പകുതി ഇവിടെയാണ്, പകുതി ഇങ്ങോട്ടുമാണ്. അപ്പോൾ അത് നമുക്കൊന്ന് നടന്നു നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 3.5 ഇഞ്ച്, ആ 3.5 ഇഞ്ച് ഇവിടെ വെച്ച് നമ്മൾ ബാക്കി ആം ഹോൾ അളന്നു. അപ്പോൾ അളന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് 8.25 ഇഞ്ചുണ്ട്. 8 ഇഞ്ചല്ല, 8.25 ഇഞ്ചുണ്ട്. അപ്പോൾ 8.25 ഇഞ്ച് വന്നെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ 4 ഇഞ്ചും പോയിൻറ്റും ഇവിടെ തയ്യൽ തുമ്പ് പോവും, 4 ഇഞ്ചും പോയിൻറ്റും ഇവിടെ തയ്യൽ തുമ്പ് പോവും. അപ്പോൾ അങ്ങനെ 3/4 ഇഞ്ച് പോവും. അപ്പോൾ ബാക്കി നമുക്ക് എത്ര കിട്ടും? 7.5 ഇഞ്ച് കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കണം. ബാക്കിലെ ആം ഹോള് നമ്മളിങ്ങനെ അളന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് 7.5 ഇഞ്ച് കിട്ടി. ആ 7.5 ഇഞ്ച് തന്നെ നമുക്ക് ഫ്രണ്ട് ആം ഹോളും കിട്ടണം. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ അളന്നു കഴിഞ്ഞപ്പോൾ ഇത്ര ഇട വന്നപ്പോൾ 3.5 ആയി. ആ 3.5 ഇവിടെ നിന്ന് നമ്മൾ അങ്ങനെ അളന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് 8.25 കിട്ടി. 8.25. അപ്പോൾ എന്തുകൊണ്ടാണ് 8.25 വന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ നിന്ന് 4 ഇഞ്ചും പോയിൻറ്റും തയ്യൽ തുമ്പ് പോവും, ഇവിടെ നിന്നും 4 ഇഞ്ചും പോയിൻറ്റും തയ്യൽ തുമ്പ് പോവും. അപ്പോൾ 4 ഇഞ്ചും പോയിൻറ്റും 4 ഇഞ്ചും പോയിൻറ്റും ഇപ്പോൾ കഴിഞ്ഞാൽ 3/4 ഇഞ്ചായി. അപ്പോൾ 8.25 നിന്ന് 3/4 പോയി കഴിഞ്ഞാൽ ബാക്കി 7.5 ഇഞ്ച്. അപ്പോൾ ബാക്കിലെ ആം ഹോളും ഫ്രണ്ടിലെ ആം ഹോളും തുല്യമാണ്. അപ്പോൾ ഇനി ടക്കിന് താഴേക്കുള്ള ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. നമ്മൾ ബാക്ക് പീസ് ഇങ്ങനെ വെച്ചു. ആ ബാക്ക് പീസ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഈ ലൈനിൽ കറക്റ്റായിട്ട് ഇങ്ങനെ വയ്ക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഈ ടക്കിനിങ്ങനെ ഈ 2 സൈഡും നമ്മളിങ്ങനെ താഴേക്ക് വരയ്ക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യണത് എന്താ പറയുക, നമ്മളിവിടെ ബാക്ക് പീസ് നമ്മൾ 4 ഇഞ്ച് ഇവിടെ ഷേപ്പ് എടുത്ത് കളഞ്ഞായിരുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ കറക്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മളിവിടെ 4 ഇഞ്ച് ചെരിച്ചാണ് വെച്ചത്.
അപ്പോൾ ആ 1/4 ഇഞ്ച് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇവിടുത്തെ അളവ് കൂടാതെ ഒരു 1/4 ഇഞ്ച് കൂടി, അതായത് ഇവിടുത്തെ അളവ് ഇപ്പോൾ 1/4 ഇഞ്ചുണ്ട്, അതിന് നമ്മളിവിടെ 1.5 ഇഞ്ച് കൊടുക്കും. 1/4 ഇഞ്ച് നമ്മളവിടെയാണ് എടുത്ത് കളഞ്ഞത്. 1/4 ഇഞ്ച് അതാണ് നമ്മളിവിടെ ഈ ടക്കിൻ്റെ ഈ രണ്ടാമത്തെ ലൈൻ വരെ നമ്മൾ ഇങ്ങനെ വരയ്ക്കും ഉണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറയും, നമ്മൾ ഈ 1/4 ഇഞ്ചിലേക്ക് നമ്മളിങ്ങനെ ചെരിച്ച് വരയ്ക്കും കേട്ടോ. ഈ 1/4 ഇഞ്ചിലേക്ക് നമ്മൾ ചെരിച്ച് വരയ്ക്കും. അപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കണം. അപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ കറക്റ്റായിരിക്കും കണ്ടോ. ഇവിടെ നമ്മൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പെടുക്കും, ഇവിടെ നമ്മൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പെടുക്കും, ഇവിടെ നമ്മൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പെടുക്കും. അപ്പോൾ ഇത് തയ്ച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ടിരിക്കും. അപ്പോൾ ഇതാണ് പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം ഇതിൻ്റെ കഴുത്തിന് ഷേപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കഴുത്തിൻ്റെ ഷേപ്പ് റൗണ്ടാണ്, ഫ്രണ്ട് കഴുത്തും റൗണ്ടാണ്. അപ്പം ഞാൻ ഫ്രണ്ട് കഴുത്ത് റൗണ്ട് ഷേപ്പ് കൊടുത്തു. ഇനി ഇവിടെ ഈ സൈഡിൽ നിന്ന് ഒരു ടക്ക് കൊടുക്കാം. പലരും ഈ സൈഡിൽ നിന്നുള്ള ടക്ക് കൊടുക്കാറില്ല, എന്നാൽ ഈ സൈഡിൽ നിന്ന് നമ്മളൊരു ടക്ക് കൊടുക്കണം. അപ്പോൾ ടക്ക് നമ്മൾ ഈ ടക്ക് പോയിൻറ്റിൽ നിന്ന് നമ്മളൊരു 1.25 ഇഞ്ച് മാറ്റി, ഈ ടക്ക് പോയിൻറ്റിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് മാറ്റി നമ്മൾ ടക്ക് കൊടുക്കും. അതും 1/4 ഇഞ്ച് രണ്ട് സൈഡിലേക്കും പിടിച്ചാൽ മതി. അങ്ങനെ 1/2 ഇഞ്ച് ടക്ക്, അവിടെ നമ്മൾ ടക്ക് പോയിൻ്റ്. അപ്പോൾ ഇതാണ് പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ബാക്ക് പാർട്ട് കണ്ടു, ഇതാണ് ഫ്രണ്ട് പാർട്ട്. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ബാക്ക് പീസ് ഇവിടെ വെച്ച്, ഞാനൊരു പ്രാവശ്യം കൂടി പറയാം, ബാക്ക് പീസ് നമ്മളിവിടെ വെച്ച് ഷോൾഡറിൻ്റെ വീതിയും കഴുത്തും ഷോൾഡറിൻ്റെ കൈക്കുഴി നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ബാക്ക് പീസ് മാറ്റി, അതിനുശേഷം നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തു. ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ 1/4 2 ഇഞ്ച് ലൂസ് കൂട്ടിയാണ് മാർക്ക് ചെയ്തത്. ബെസ്റ്റ് അളവ് എന്ന് പറയുന്നത് ബെസ്റ്റ് അളവിൻ്റെ 1/4 1.25 ഇഞ്ച് കൂട്ടിയാണ് നമ്മൾ ബെസ്റ്റ് അളവ് മാർക്ക് ചെയ്തത്. എന്നിട്ട് അത് നമ്മളിങ്ങനെ നേരെ വരച്ചു. അതിനുശേഷം നമ്മളിങ്ങനെ ടക്ക് പോയിൻ്റ് മാർക്ക് ചെയ്തു. ടക്ക് പോയിൻ്റ് 9.5 ഇഞ്ചാണ്, അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം ടക്കിൻ്റെ ഇറക്കം നമ്മൾ കണ്ടുപിടിച്ചു. ടക്ക് പോയിൻറ്റിൻ്റെ 1/3 ടക്കിൻ്റെ ഇറക്കം, അത് നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം ടക്കിൻ്റെ വീതി നമ്മൾ കണ്ടുപിടിച്ചു. ടക്കിൻ്റെ വീതി എങ്ങനെ കണ്ടുപിടിച്ച്, വേസ്റ്റ് അളവിൻ്റെ 1/4 നമ്മൾ ഈ പോയിൻറ്റിൽ മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ പോയിൻറ്റും വേസ്റ്റ് അളവിൻ്റെ ഈ മാർക്കും ഈ ബെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത ഈ ലൈനും തമ്മിലുള്ള അകലം എത്രയാണോ അതാണ് നമ്മളിവിടെ ടക്കിൻ്റെ വീതിയായിട്ട് കണ്ടുപിടിച്ചത്. അതിൽ നിന്ന് 1/4 ഇഞ്ചും പോയിൻറ്റും വീതം 2 ഇഞ്ചിലും തുമ്പ് പോകുന്നതുകൊണ്ട് 3/4 ഇഞ്ച് നമ്മൾ അതിൽ നിന്ന് കുറച്ചു. അങ്ങനെ 3/4 ഇഞ്ച് കുറച്ച് ആ 2.25 നിന്ന് നമ്മൾ 2 ഇഞ്ചായി. ആ 2 ഇഞ്ചിനെ നമ്മൾ ടക്കിൻ്റെ പോയിൻറ്റിൽ നിന്ന് അപ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും ഓരോ ഇഞ്ച് വീതം മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ കൈക്കുഴി കട്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, ടക്കിൻ്റെ പകുതി നമ്മളിവിടെ മുകളിലേക്ക് കയറ്റി വരച്ചു. അങ്ങനെ കയറ്റി വരച്ച അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മുൻകൈ കുഴിക്ക് ഷേപ്പ് കൊടുത്ത ഈ ലൈനിൽ നിന്ന് 3/4 ഇഞ്ച് നമ്മളിങ്ങോട്ട് മാറ്റി വരച്ചു. അങ്ങനെ ആ 3/4 ഇഞ്ച് മാറ്റി വരച്ചതിന് ആ ലൈനിൽ നിന്ന് നമ്മൾ കൈക്കുഴിക്ക് ഷേപ്പ് കൊടുത്തു, ആം ഹോളിന് ഷേപ്പ് കൊടുത്തു. അതുപോലെ തന്നെ ഫ്രണ്ട് ആം ഹോളിൻ്റെ ഉള്ളിലേക്കുള്ള ഷേപ്പ് നമ്മൾ ഈ മുകളിൽ നിന്ന് ഇവിടം വരെയാണ് നമ്മൾ അതിൻ്റെ ഷേപ്പ് കൊടുത്തത്. അപ്പോൾ അത് നമ്മൾ ആ ഷേപ്പ് തന്നെ കട്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ അളന്ന് നോക്കുമ്പോൾ ബാക്കും ഫ്രണ്ടും ഒരുപോലെയാണ്. അതിനുശേഷം നമ്മൾ ചെയ്തത് ടക്കിന് താഴേക്കുള്ള ഭാഗം. അപ്പോൾ അത് ബാക്കിൻ്റെ പീസ് നമ്മളിങ്ങനെ വെച്ച് ആ ലൈൻ കറക്റ്റാക്കി നമ്മളോട് താഴെ വരച്ചു. അതിനുശേഷം നമ്മൾ ടക്കിൻ്റെ താഴേക്കുള്ള ആ പീസ് നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ ഈ സൈഡിലേക്കുള്ള ഒരു ടക്കും നമ്മൾ മാർക്ക് ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രിൻസസ് കട്ട് ബ്ലൗസ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്നതാണ് ഞാൻ ഇന്ന് കാണിച്ചു തന്നത്. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ സ്കെയിലിന് വരയ്ക്കുമ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പോയിൻ്റായിട്ട് വന്നിരിക്കും.
അപ്പോൾ പോയിൻ്റായിട്ട് വന്ന് നിൽക്കുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഒരു ചെറിയ റൗണ്ട് ഷേപ്പ് പോലെ വേണം. അതായത് കറക്റ്റ് പോയിൻ്റായിട്ടല്ല വരേണ്ടത്, ഒരു ചെറിയ റൗണ്ട് ഷേപ്പായിട്ട് വരണം. അതായത് ആ പോയിൻ്റിൻ്റെ ആ ഭാഗം കറക്റ്റ് പോയിൻ്റായിട്ടല്ല, ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പായിട്ട് വരണം. ഉണ്ടോ? അതുപോലെ തന്നെ ഇവിടെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടല്ല വരണേ, ഒരു ചെറിയ ഷേപ്പ് വേണം. കറക്റ്റ് റൗണ്ടായിട്ട് വരരുത്. ഒരു ചെറിയ ഷേപ്പ് കണ്ടോ, ഇങ്ങനെ ഒരു ചെറിയ ഷേപ്പായിട്ട് വേണം. അപ്പോൾ നമുക്ക് അത് കട്ട് ചെയ്യാം. ആ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ മാർക്കിലൂടെ നമ്മൾ കട്ട് ചെയ്താൽ നമുക്ക് തയ്ക്കുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പമുണ്ട്. കഴുത്തൊക്കെ നമ്മൾ ആ ഷേപ്പിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കഴുത്തിന് കൊടുക്കാം, പക്ഷെ മാർക്ക് ചെയ്യുന്നത് കറക്റ്റ് സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് ആ ഷേപ്പിലൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇവിടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടിൻ്റെ കൈക്കുഴി നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന അനുസരിച്ച് ആ ഷേപ്പ് നമ്മൾ ഇവിടെ വരെ ഷേപ്പ്, അതിനുശേഷം നമ്മൾ ഇവിടെ നിന്നാണ് കട്ട് ചെയ്തത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തു. ഇനി നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഷേപ്പ് വേണം. കറക്റ്റ് പോയിൻ്റായിട്ടല്ല കട്ട് ചെയ്യണേ, ഒരു ഷേപ്പായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യണം. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കറക്റ്റ് പോയിൻ്റായിട്ട് കട്ട് ചെയ്യരുത്, ഒരു ചെറിയ ഷേപ്പോട് കൂടി നമ്മളിങ്ങനെ ഒരു പൊടിക്ക് ഷേപ്പ് കൊടുക്കണം. കൃത്യം ഇങ്ങനെ സ്കെയിലിന് വരയ്ക്കുന്ന പോലെ പോയിൻ്റായിട്ട് നിൽക്കരുത്, ഒരു ചെറിയ ഷേപ്പ് ഉണ്ടോ, ഇങ്ങനെ ഒരു ചെറിയ ഷേപ്പ് നമ്മൾ കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. നമ്മുടെ അളവ് കൃത്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിനി ഇതെവിടെയാണ്, എങ്ങനെയാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 4 ഇഞ്ച് പോയിൻറ്റും നമ്മളിങ്ങനെ ജോയിൻ്റ് ചെയ്യും. അതിനുശേഷം ഇത് ഇങ്ങനെ ജോയിൻ്റ് ചെയ്യും, ഇങ്ങനെ ജോയിൻ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ജോയിൻ്റ് ചെയ്യും. കണ്ടോ, കറക്റ്റാണ്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ തയ്യൽ തുമ്പ് ഇത് ടക്ക് ആദ്യം ചെയ്തതുപോലെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, സൂചിക്ക് ഇങ്ങനെ കുത്തി നമ്മൾ മറുവശത്ത് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിങ്ങനെ സ്ട്രെയിറ്റായിട്ട് വരയ്ക്കുന്നു. രണ്ട് സൈഡിലേക്ക് നമ്മൾ 4 ഇഞ്ച് വെച്ച് അങ്ങനെ ആ ടക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ തയ്യൽ തുമ്പ് നമ്മൾ മാർക്ക് ചെയ്യുന്നു.
അപ്പോൾ അതിൻ്റെ തയ്യൽ തുമ്പ് നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു വീഡിയോയിൽ പാർട്ട് 1 നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. ഈ പാർട്ട് 2 നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. ഇനി നമുക്ക് പാർട്ട് 3 ആയി നമുക്ക് ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പാർട്ട് 3 ആയിട്ട് ഞാൻ കാണിച്ചു തരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുവരെ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ പാർട്ട് 3 വീഡിയോ സ്ലീവ് കട്ട് ചെയ്യുന്ന ആ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.